ഹലോ വെൽക്കം ബാക്ക്. മോർണിംഗ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ലോഗ് അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു മോർണിംഗ് റൊട്ടീൻ കാണിച്ചു തരാം. എണീച്ച പാടന്നെ ഭയങ്കര പോസിറ്റിവിറ്റി. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ അങ്ങ് എടുക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ചായ വെക്കാമെന്ന്. ചായ വെക്കുന്നത് സ്ഥിരമൊന്നല്ലെങ്കിലും വീഡിയോ എടുക്കാനെങ്കിലും ഞാൻ വെച്ചല്ലോ അല്ലേ. അപ്പോൾ ക്യാമറ അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചായ വെക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫസ്റ്റ് തന്നെ വെള്ളം എടുത്ത് തിളപ്പിക്കാനുള്ള പരിപാടിയിലാണ്. തിളച്ച് വന്നപ്പോൾ ഞാൻ ചായപ്പൊടി എടുത്ത് ഇടുന്നുണ്ട്. ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാൻ പണ്ടൊക്കെ ആദ്യമൊക്കെ ചായ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും അടിപൊളിയാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആൻഡ് പാൽപ്പൊടി ഞാൻ കാണാത്തത് കൊണ്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പാൽ ചായയാണ് ഇഷ്ടം. ഞാനൊരു 6:20 എണീച്ചത്. പിന്നെ പോയി ഫ്രഷായി നല്ല പോസിറ്റിവിറ്റി കിട്ടിയോണ്ട് തന്നെ ചായ ഉണ്ടാക്കാൻ നിന്നു. ഞാൻ അധികം മോർണിംഗ് റൊട്ടീനിലും കാണലുണ്ട് ഈ ചായ ഉണ്ടല്ലോ തിളച്ച് വരുന്ന വീഡിയോ എടുക്കുന്നത്, അങ്ങനെ അതിൻ്റെ സൗണ്ട് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നല്ല മോർണിംഗ് റൊട്ടീനൊക്കെ എടുക്കുന്നത്. പക്ഷേ എൻ്റെ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു എഴുത്ത്. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ബുക്ക് എടുത്ത് പഠിക്കുന്നുണ്ട്. പഠിപ്പി അല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ തിളച്ച് വന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചായ തിളച്ചു എന്നങ്ങ് വിചാരിച്ചു കേട്ടോ. എന്തായാലും തിളച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ വിചാരിച്ചിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് 3 സ്പൂൺ പഞ്ചാര എടുത്തിടുന്നുണ്ട്. എന്നിട്ട് ചായ എടുത്ത് അപ്പാടെ പറഞ്ഞത് ഇത്രയും ചായ ഉണ്ട് കേട്ടോ. ഒരാൾക്കുള്ള ചായയാണ് ഞാൻ ഇത്രയും വെച്ച് കൊടുത്തത്. എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്. പിന്നെ എന്തായാലും അടിപൊളി വീഡിയോസ് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പുക പോയിട്ട് ക്യാമറയിലാണെങ്കിൽ ഒന്നും കാണുന്നില്ല. ചേട്ടാ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ. അപ്പോൾ നേരെ ഏകദേശം വെളുത്ത് തുടങ്ങി. അപ്പം ഞാൻ വെറുതെ ഒന്ന് റൂമിൽ സമയം നോക്കാൻ പോയതാണ്. 6:34 സമയം. ഇന്ന് അത്യാവശ്യം രാവിലെ സമയം ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. നേരത്തെ എണീച്ചുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പാറ ഇങ്ങനെ മറിച്ച് തണിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ തിളച്ച പാടുണ്ടാകുമ്പോൾ ചൂടുണ്ടാവില്ല അല്ലേ. ശടാ അങ്ങനെ ആ കപ്പ് നിറച്ച് ഞാൻ ചായ പാർന്നു. പിന്നെ ഫ്രിഡ്ജിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് എടുത്തു, പിന്നെ പഴം എടുത്തു. ഇതൊക്കെ എടുത്തിട്ട് ഞാൻ തിന്നാൻ വിചാരിച്ചു രാവിലെ തന്നെ. ഇനിയാണ് മക്കളെ കഥ മാറാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കിയ ചായ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ആ മുഖത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാണ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ. യെസ് ഗൈസ്, ചായ ടേസ്റ്റ് ചെയ്തതേ ഓർമ്മയുള്ളൂ. പിന്നെ എന്തൊക്കെയോ ആയി, എൻ്റെ വായ മൊത്തം ചീത്തയായി. പിന്നെ ഞാൻ വിചാരിച്ചു പഞ്ചാര കുറഞ്ഞിട്ടാവാമെന്ന്. അപ്പം ഞാൻ പോയിട്ട് വീണ്ടും 1 സ്പൂൺ പഞ്ചാര എടുത്തിട്ടു. ആയിരിക്കും അല്ലേ, പഞ്ചാര കുറഞ്ഞിട്ട് തന്നെ ആയിരിക്കും. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എൻ്റെ ചായ എത്ര അടിപൊളിയാണെന്ന്. പിന്നെ വീഡിയോയിൽ ഞാൻ ഒരു തംസപ്പൊക്കെ കാണിക്കുന്നുണ്ടല്ലേ. എന്തായാലും വായി വെടക്കായ സ്ഥിതിക്ക് ഒരു ബിസ്ക്കറ്റ് അങ്ങ് തിന്നാൻ വിചാരിച്ചു. ബിസ്ക്കറ്റ് ചായ മുക്കിയിട്ട് ഞാൻ തിന്നുന്നത്. ബിസ്ക്കറ്റ് തിന്നപ്പോൾ സമാധാനം. എൻ്റെ വായി കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസം കിട്ടി വായിക്ക്. പിന്നെ ഞാൻ ചായ ഇളക്കി അത് കുടിക്കാൻ പോയി പിന്നെയും. അപ്പോൾ പഞ്ചസാര കുറവുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ പിന്നെ ഞാൻ പഴം തിന്നാൻ പോയി. പിന്നെ ഞാൻ ചായ കുടിച്ചിരുന്നു പഞ്ചസാര ഇട്ടിട്ട്. പക്ഷേങ്കിലും മക്കളെ, പഞ്ചസാര ഇട്ടിട്ടും ഒരു കാര്യമില്ല, ഒരു മാറ്റമില്ല. ഞാനിങ്ങനെ ആലോചിക്കുക എന്താ പ്രശ്നം പറ്റിയത്. നിങ്ങൾക്ക് വല്ലതും തോന്നിയിട്ടുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അവസാനമുള്ള ചായയൊക്കെ മറിച്ച് പച്ചവെള്ളം കുടിച്ചാട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ വേഗം പോയിട്ട് യൂണിഫോം മാറ്റി റെഡിയായി ഒക്കെ സെറ്റായി. ID കാർഡ് ഇട്ടു. പിന്നെ കണ്ണെഴുതി പൊട്ടുവിട്ടു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കണ്ടോ, നേരെ നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട്. രാവിലെ ആയി. സമയം ഇപ്പോൾ ഏകദേശം എത്രയാണെന്നുള്ള 7:28 ആയിട്ടുണ്ട്. ഞാൻ 7:45 ബസ്സിനാണ് പൊതുവേ പോവാറ്. പക്ഷേ ഇന്ന് നേരത്തെ എല്ലാം സെറ്റായതുകൊണ്ട് തന്നെ 7:35 ബസ്സിന് തന്നെ പോകാൻ വിചാരിച്ചു. 8 മണിക്ക് നമുക്ക് ട്യൂഷൻ ഉണ്ട്, അതാണ് ഇത്ര നേരത്തെ പോകുന്നത്. ട്യൂഷൻ ക്ലാസ്സിൽ എക്സാം തുടങ്ങാനായി. അപ്പോൾ അതിൻ്റെ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീനും അതേപോലെ ചായക്കഥ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഒരുപാട് അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം എന്തായാലും. ഓക്കെ, ഇനി എന്തിനാ നോക്കിയിരിക്കുന്നത്? വീഡിയോ കഴിഞ്ഞിട്ടോ. ബൈ.